ഞാൻ തട്ടുകടയിൽ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വത്സല വന്നത്. പതിവ് പോലെ അവളുടെ മുല കുടിക്കുന്ന കുഞ്ഞ് ഒക്കത്തും മറ്റു 3 പിള്ളേർ കൂടെയും ഉണ്ടായിരുന്നു. ഭക്ഷണവും ചായയും പാഴ്സൽ വാങ്ങി പോകാൻ നേരത്ത് അവൾ മുതലാളിയോട് പറയുന്നത് കേട്ടു. കേസിയെയും സിറ്റിയെയും ബാറിൽ അലമ്പുണ്ടാക്കിയതിന് പോലീസ് പൊക്കിയെന്നും 2 പേരെയും ആൽക്കഹോൾ ചെക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും. മുതലാളിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുന്നത് ഞാൻ കണ്ടു. അതിന് കാരണവും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച കേസി അവന്റെ ഓട്ടോയിൽ പണ്ടകന്റെ ഒപ്പം രാത്രി 10 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന വ്യാജേന തട്ടുകടയിൽ വന്നിരുന്നു. കേസിയും ഞാനും സുഹൃത്തുക്കളായിരുന്നു. അവനാണെങ്കിൽ ഉഡായിപ്പിന്റെ ഉസ്താദും. തട്ടുകട അടച്ചാൽ ഞാൻ അവന്റെ കൂടെ അവന്റെ ഓട്ടോയിൽ കിളിയായി ഒറ്റ ചന്തയും വെച്ച് പല സ്ഥലത്തേക്കും പോകുമായിരുന്നു. അവൻ പലതരം ആളുകളെയും അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കി പറ്റിക്കുന്ന കഥയും എനിക്കറിയാമായിരുന്നു. കേസിയും പണ്ടക്കനും വന്ന രാത്രി പണ്ടക്കൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമിതമായി മദ്യപിച്ചതിനാൽ നിലത്ത് കാലുറക്കുന്നുണ്ടായിരുന്നില്ല. ബാലൻസ് ചെയ്യാനായി അവൻ തട്ടുകടയുടെ 4 തൂണിൽ ഒന്നിൽ പിടിച്ചു. തട്ടുവണ്ടി റിപ്പയർ ചെയ്തിട്ട് 2 വർഷത്തിന് മുകളിലായതിനാൽ 4 തൂണും ആട്ടം തുടങ്ങിയിരുന്നു. പണ്ടക്കന്റെ പിടുത്തം മുറുകിയപ്പോൾ തട്ടുവണ്ടി ആടി കളിക്കാൻ തുടങ്ങി. ചെറിയ ചാറ്റൽ മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്. മുതലാളി ചൂടായപ്പോൾ തട്ടുകടയുടെ കാലിൽ നിന്ന് പിടുത്തമിട്ട പണ്ടക്കൻ ബാലൻസ് നഷ്ടപ്പെട്ട് ചാഞ്ഞത് തട്ടുവണ്ടിയുടെ മേലേക്ക് തന്നെ ആയിരുന്നു. തട്ടുവണ്ടി നിന്നാടി. കൂട്ടത്തിൽ പെട്രോമാക്സും കിടന്നാടി. ആട്ടത്തിനിടയിൽ വെള്ളപ്പം ചുട്ടുവെച്ച പാത്രവും പരിപ്പുവട പാത്രവും കോഴി പൊരിച്ചു വെച്ച പാത്രവും നിലത്തേക്ക് വീഴാൻ പോയപ്പോൾ വെള്ളപ്പത്തിന്റെ അടുത്തായിരുന്നു ഞാൻ ആ പാത്രം ചാടി പിടിച്ചു. എണ്ണച്ചട്ടി ഒരു കൈ കൊണ്ട് പിടിച്ച മുതലാളി മറ്റേ കൈ കൊണ്ട് പരിപ്പുവടയുടെ പാത്രവും പിടിച്ചു. സമാവർ ഒന്ന് ആടി യഥാസ്ഥാനത്ത് സ്റ്റവിന്മേൽ തന്നെ നിന്നു. കോഴി പൊരിച്ചു വെച്ച പാത്രം കേസിയുടെ ഓട്ടോയുടെയും തട്ടുവണ്ടിയുടെയും ഇടയിലേക്ക് നിലത്തേക്ക് വീണു. മഴക്കാലമായതിനാൽ കച്ചവടം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ കോഴിപ്പീസ് ധാരാളം ഉണ്ടായിരുന്നു. കച്ചവടം കൂടുതൽ രാത്രിയോട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന ടാക്സി ഡ്രൈവർമാരുടേതായിരുന്നു. അവരാണെങ്കിലും 2 വെള്ളപ്പത്തിൽ ചാറ് പാരുന്ന ദരിദ്രവാസികളും. മൊത്തത്തിൽ നടന്ന സംഭവം കണ്ടപ്പോൾ ഞാൻ ആകെ ഭയപ്പെട്ടിരുന്നു. അതിന് കാരണം കോഴി പൊരിക്കുന്ന എണ്ണച്ചട്ടിയുടെ മുൻപിലായിരുന്നു മുതലാളി നിന്നിരുന്നത്. പണ്ടക്കൻ വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ തന്നെ മുതലാളി ഒരു കൈ കൊണ്ട് കൈക്കലെടുത്ത് ചൂടുള്ള എണ്ണച്ചട്ടി പിടിച്ചിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ എണ്ണച്ചട്ടി നേരെ മുതലാളിയുടെ ദേഹത്താകുമായിരുന്നു വീഴുന്നത്. ഞാൻ നോക്കുമ്പോൾ കേസി തട്ടുവണ്ടിയുടെയും ഓട്ടോയുടെയും ഇടയിൽ വീണ കോഴിപ്പീസ് പെറുക്കുകയായിരുന്നു. ചാറ്റൽ മഴ ഉണ്ടെങ്കിലും നിലത്ത് വെള്ളം നിൽക്കാൻ പാകത്തിലായിരുന്നില്ല. കേസി കോഴിപ്പീസ് തട്ടിലേക്ക് വാരിയിട്ടു. ഞാനും അവന്റെ ഒപ്പം കൂടി. കേസി പണ്ടക്കനെ പിടിച്ച് ഓട്ടോക്കകത്തേക്ക് തള്ളി കയറ്റി. എടാ നായേ, അന്നെ കൊണ്ട് പറ്റണത് കുടിച്ചാ പോരെടാ പന്നി. ഇന്നോട് ക്ഷമിച്ചണക്കാ. ബാറിന്ന് ഇഞ്ച വണ്ടി കേറിയപ്പം ഇത്ര മാലൊന്നും ഓനില്ലേനി. ഓന്റെ പെണ്ണുങ്ങള് പേരിലില്ല. എന്തെങ്കിലും തിന്നണമെന്ന് പറഞ്ഞോണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സോറി, ക്ഷമിച്ചീ. കഴിഞ്ഞത് കഴിഞ്ഞ് ജോനിയും കൊണ്ട് എളുപ്പം പോ കേസിയെ. ഇഞ്ച കച്ചവടം സുയിപ്പാക്കല്ലേ, മുതലാളി പറഞ്ഞു. കേസി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഇച്ച് പായിച്ചനുണ്ടടാ കേസി. പണ്ടക്കൻ കേസിയെ തെറി വിളിക്കാൻ തുടങ്ങി. അവർ പോയപ്പോൾ സമാധാനമായി. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയായിരുന്നു. ഞാൻ ചോദിച്ചു, ഇക്കാ കോഴിപ്പീസ് എന്താ ചെയ്യാ? സീൻ നടക്കുമ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ തട്ടുകടയുടെ അടുത്തുണ്ടായിരുന്നുള്ളൂ. സാധാരണ ബെഞ്ചിലൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാകുന്നതാണ്. അന്ന് എന്തോ ആ സമയത്ത് ഭാഗ്യത്തിന് ആരുമില്ലായിരുന്നു. മുതലാളി കോഴിപ്പാത്രം എടുത്ത് മൂപ്പരുടെ അടുത്ത് വെച്ചു. കോഴിപ്പീസുമേ ഉള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. കോഴിപ്പീസ് ചൂടുള്ള ചട്ടിയിലേക്ക് വീണ്ടും ഇട്ടു.